നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. യുകെയിൽ അനവധി മലയാളികൾ വാട്സ്ആപ്പ് ഹാക്കർമാരുടെ ഇരകളാകുന്നു. കാനഡയിലും അമേരിക്കയിലും വ്യാപകമായി നടന്ന വാട്സ്ആപ്പ് ഹാക്കിംഗ് യുകെയിൽ പതിവായതോടെ അനേകം യുകെ മലയാളികളും തട്ടിപ്പിന് ഇരകളാകുന്നു. നഷ്ടമാകുന്നത് വ്യക്തിവിവരങ്ങൾക്കൊപ്പം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുമെന്ന റിപ്പോർട്ട്. ബ്രിട്ടനിൽ ജയിലുകളിലെ തിരക്ക് പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾക്ക് ഒരുങ്ങുകയാണ് കെയർ സ്റ്റാർമർ സർക്കാർ. നടപടികളുടെ ഭാഗമായി വൻതോതിൽ കുറ്റവാളികളെ പുറത്തുവിടാനാണ് സർക്കാർ തീരുമാനം. അടുത്ത മാസത്തോടെ ഏകദേശം 2000 തടവുകാരെ വിട്ടയക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ടിലെത്തി. 45 വർഷത്തിനിടെ രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 1979 മൊറാർജി ദേശായിയാണ് ഒടുവിൽ പോളണ്ട് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യ പോളണ്ടുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് 70 വർഷം തികയുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനമെന്നത് ശ്രദ്ധേയമാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ വികാരധീനനായി US പ്രസിഡന്റ് ജോ ബൈഡൻ. മകൾ ആഷ്ലി വിടവാങ്ങൽ പ്രസംഗത്തിനായി ക്ഷണിച്ചതിന് പിന്നാലെ വേദിയിലെത്തിയ ശേഷമാണ് ബൈഡൻ വിങ്ങിപ്പൊട്ടിയത്. പാർട്ടി അണികൾ ജോ നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ വരവേറ്റത്. യൂറോയുടെ മൂല്യം ഉയരുന്നു. ഒരു യൂറോയ്ക്ക് 92.91 ഇന്ത്യൻ രൂപയാണ് ഇന്ന് ലഭിക്കുക. അതേസമയം പൗണ്ടിനെതിരെ 108.91 രൂപയും ഡോളറിനെതിരെ 83.87 രൂപയുമാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. ഇതേ തുടർന്ന് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഇടിവ്. പെൺകുട്ടികൾ ലൈംഗികാസക്തി നിയന്ത്രിക്കണമെന്ന കൽക്കത്ത ഹൈക്കോടതി പരാമർശം സുപ്രീം കോടതി റദ്ദാക്കി. ഹൈക്കോടതി വിധിയും പരാമർശങ്ങളും അംഗീകരിക്കാനാവില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് നേരെ നടന്ന ലൈംഗികാതിക്രമ കേസിലെ വിധി പ്രസ്താവനയ്ക്കിടെയായിരുന്നു കൽക്കത്ത ഹൈക്കോടതിയുടെ വിവാദ പരാമർശം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിനി 13-കാരിയായ തസ്മിദിനെ കണ്ടെത്താനായി റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ്. കന്യാകുമാരിയിൽ കുട്ടി എത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചത്. ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിലാണ് കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചത്. ട്രെയിൻ വൈകിട്ട് 3:30 കന്യാകുമാരിയിൽ എത്തിയത്. 3:30 മുതൽ വൈകിട്ട് 4 വരെയുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഇതിൽ കുട്ടിയെ കണ്ടെത്താനായില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വയനാട് ദുരന്തത്തിൽ ഇതുവരെ 179 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 17 കുടുംബങ്ങളിൽ ഒരാൾ പോലും അവശേഷിക്കുന്നില്ല. ഈ കുടുംബങ്ങളിൽ നിന്ന് 65 പേരാണ് മരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായാൽ കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഉന്നതനായാലും നിയമത്തിന് മുന്നിലെത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പോക്സോ പരിധിയിൽ വരുന്നതുൾപ്പെടെയുള്ള ലൈംഗിക ചൂഷണമാണ് നടന്നതെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടും മുഖ്യമന്ത്രിയും സർക്കാരും ചേർന്ന് വേട്ടക്കാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിലെ താല്പര്യം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബംഗ്ലാദേശിൽ നടത്താനിരുന്ന വനിതാ T20 ലോകകപ്പ് UAEയിലേക്ക് മാറ്റി. ബംഗ്ലാദേശിലെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്താണ് ICCയുടെ പ്രഖ്യാപനം. മത്സരങ്ങൾ ഒക്ടോബർ 3 മുതൽ 20 വരെ ദുബായിലും ഷാർജയിലും. ICCയുടെ പുതിയ ചെയർമാനായി ജയ്ഷ്വ നിയമിതനാകും. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.